കോഴിക്കോട് ജലജന്യ രോഗങ്ങൾ വലിയ ആശങ്കയായി നിലനിന്നിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജന്തുജന്യ രോഗങ്ങൾ കൂടി പടരുന്നത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്. നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കയായി നിന്നിരുന്നു. ഇപ്പോൾ എലിപ്പനിയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ള കാവിലുംപാറയിൽ 2 പേരാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഇപ്പോൾ 5 പേർ വിവിധ ആശുപത്രികളിലായി എലിപ്പനി രോഗം മൂലം ചികിത്സയിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നത് ഒരു ക്ഷീര കർഷകനായിരുന്നു. തൊട്ടിൽപ്പാലം സ്വദേശിയായ ക്ഷീര കർഷകനാണ് എലിപ്പനി മൂലം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പശുവിൽ നിന്നുള്ള വിസർജ്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിലേക്ക് എലിപ്പനിയുടെ ബാക്ടീരിയ കയറിയത് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പഠനത്തിൽ നിന്നുള്ള കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ക്ഷീര കർഷകർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട്. കർഷകർ, പ്രത്യേകിച്ച് ക്ഷീര കർഷകർ, ഇതിന് പലപ്പോഴും ഇരകളായി മാറാറുണ്ട്. ഈ രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്നുള്ള യൂറിൻ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഡിസ്ചാർജസ്, പ്ലാസന്റ, ഇതുവഴിയെല്ലാം തന്നെ രോഗം മനുഷ്യരിലേക്ക് എത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മനുഷ്യരിൽ അത് കൃത്യമായ രീതിയിലുള്ള രോഗനിർണയവും കൃത്യസമയത്തുള്ള ചികിത്സയുമാണ് ഇതിന് പരിഹാര മാർഗങ്ങൾ. ഈ വരുന്ന ഞായറാഴ്ച ഇതിന്റെ പ്രതിരോധ പ്രവർത്തനം എന്ന് വേണം. പ്രതിരോധ ഗുളികകൾ പഞ്ചായത്തിലുടനീളം നൽകുന്നുണ്ട്. ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്.